ശക്തമായ മഴ പെയ്താൽ കൂറ്റൻ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് അപകടമുണ്ടാകുമെന്നുള്ള ഭീതിയിലാണ് കണ്ണൂർ പെരിങ്ങളായിലെ ജനങ്ങൾ. നിരവധി കുരുന്നുകളെത്തുന്ന ശിശുമന്ദിരത്തിന്റെ പിറകുവശത്താണ് ഈ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി ഉള്ളത്. സംരക്ഷണ ഭിത്തിക്ക് താഴ്ഭാഗത്തുള്ള കുടുംബങ്ങളും ആശങ്കയിലാണ്. ജനം ബ്രേക്കിംഗ്. പെരിങ്ങളായിയിലെ നിരവധി കുട്ടികൾ പഠിക്കുന്ന ശിശുമന്ദിരത്തിന്റെ പിറകുഭാഗത്തെ കാഴ്ചയാണിത്. ഇത് സംരക്ഷണ ഭിത്തിയാണോ അതോ ദുരന്തം ക്ഷണിച്ചു വരുത്തുന്ന ഭിത്തിയാണോ എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. ശക്തമായ മഴയിൽ 50 മീറ്ററോളം വരുന്ന ഈ സംരക്ഷണ ഭിത്തി പുറത്തേക്ക് തള്ളി വന്നു. ഇതോടെ ശിശുമന്ദിരത്തിന്റെ ഒരു ഭാഗം അടർന്നും തുടങ്ങി. എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നും മാറ്റി ബദൽ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കും. വലിയ അപകട ഭീഷണി തന്നെയാണുള്ളത്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പുറകിൽ റൂം വിണ്ട് കീറിയ നിലയിലുള്ളത്. ഈ സമയത്ത് മറിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത്. വീട്ടിൽ താഴെ താമസക്കാരുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് നോക്കി എന്നല്ല ഇവർ പറയുന്നുണ്ട്. പക്ഷേ വേണ്ട നടപടിയൊന്നും എടുത്തില്ല. പിഞ്ചു കുട്ടികളാണ് ഇപ്പോൾ അതിനുള്ളിലുള്ളത്. ശിശുമന്ദിരത്തിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും ആശങ്കയിലാണ്. ശക്തമായ മഴയിൽ ഈ സംരക്ഷണ ഭിത്തി തകർന്നാൽ വീഴുക താഴെയുള്ള വീടുകൾക്ക് മുകളിലേക്കാകും. മഴ പെയ്തു തുടങ്ങിയ സമയം മുതൽ സമാധാനം എന്തെന്ന് ഈ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും തള്ളി നീക്കുന്നത് പേടിയോടെയാണ്. നമ്മളെ വീട്ടിന് വളരെ ഭീഷണിയായിട്ടാണ് ഉള്ളത്. പോരാതെ ആ ബിൽഡിങ്ങിന് അപകട നിലയിലാണ് ഉള്ളത്. അതിന് പെട്ടെന്നൊരു പരിഹാരം എടുത്തില്ലെങ്കിൽ ഇതെല്ലാം നിലമ്പൊത്താനുള്ള അവസ്ഥയാണ് ഉള്ളത്. വീട് മാറിപ്പോവാനാണ് എന്നോട് ആവശ്യപ്പെട്ടതെങ്കിലും എനിക്ക് വേറെ പോയി നിൽക്കാൻ മാർഗമില്ല. ഞാൻ എവിടെ പോവും? ഇവർ പറയുന്ന സമയത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ആകെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് നമ്മൾ. ശക്തമായിട്ട് മഴ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നെഞ്ഞടിപ്പാണ് വരുന്നത്. കാരണം ഇത് മറിഞ്ഞാലുള്ള അവസ്ഥ എന്നാണ്. നിരവധി തവണ സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ കോർപ്പറേഷനെ ബോധിപ്പിച്ചെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഉയരുന്ന വിമർശനം. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം വിലപിക്കുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനം, കണ്ണൂർ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, ഇനിയൊരു ദുരന്തമുണ്ടായാലേ ഇടപെടൂ എന്നുള്ള നിലപാടാണോ അധികൃതർക്കുള്ളത്? തീർച്ചയായും വിഷ്ണു, അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണ് എന്ന് വ്യക്തമാകുന്നതാണ്. കാരണം ഏതാണ്ട് 50 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു കോൺക്രീറ്റ് ഭിത്തി ഇങ്ങനെ പണിത് ഉയർത്തിയിരിക്കുന്നത്. അതിനെ ഒരു ശാസ്ത്രീയമായിട്ടല്ല അതിൻ്റെ നിർമ്മാണമെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. സാധാരണഗതിയിൽ ഒന്നുകിൽ ഈ ഇത്തരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണെങ്കിൽ അത് ചരിച്ചിട്ടായിരിക്കും നിർമ്മിക്കുക, അല്ലെങ്കിൽ അത് തട്ടുതട്ടായിട്ടായിരിക്കും നിർമ്മിക്കുക. അപ്പോൾ ഈ ആഘാതം കുറയ്ക്കാൻ ഈ തട്ടുതട്ടായ നിർമ്മാണമായിരിക്കും സാധാരണഗതിയിൽ ഇത്ര ഉയരത്തിലൊക്കെ നിർമ്മിക്കുമ്പോൾ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. എന്നാൽ അത്തരം മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല. കുത്തനെ പണിത ഈ സംരക്ഷണ ഭിത്തി ഈ കനത്ത മഴയിൽ വെള്ളം ഊർന്നിറങ്ങിയതോടുകൂടി അതിൻ്റെ ഒരു ബലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി മെല്ലെ ആ സംരക്ഷണ ഭിത്തി പുറകുവശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കാണാൻ സാധിച്ചിരുന്നു ആ സംരക്ഷണ ഭിത്തിക്ക് ഒരു രൂപ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സംരക്ഷണ ഭിത്തി തള്ളിപ്പോയി എന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാൽ ഈ 15ഓളം കുട്ടികൾ പഠിക്കുന്ന ശിശു മന്ദിരമാണത്. ആ ശിശു മന്ദിരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം അടർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ സംരക്ഷണ ഭിത്തി പുറത്തേക്ക് തള്ളി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ആ കെട്ടിടം വിണ്ടുകീറിയിരിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല നമ്മൾ പറഞ്ഞു 50 മീറ്ററോളം ഉയരമുണ്ട് ഈ ഒരു സംരക്ഷണ ഭിത്തിക്ക്. അതിന് താഴ്ഭാഗത്താകട്ടെ നിരവധി വീടുകളുമുള്ളൊരു സ്ഥലമാണ്. താഴെയുള്ള വീടിൻ്റെ അതേ ഉയരത്തിലാണ് മുൻഭാഗത്തെ ആ സംരക്ഷണ ഭിത്തിയും ഉള്ളത്. അതെങ്ങാൻ ഈ ശക്തമായ മഴയിൽ മണ്ണ് കുതിർന്ന് അതിൻ്റെ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ പുറകു ഭാഗത്തുള്ള വീടിന് മുകളിലേക്കായിരിക്കും വീഴുക. അത് വലിയ ദുരന്തമായിരിക്കും. ആ വീടിലേക്ക് വീഴുക എന്ന് മാത്രമല്ല, അങ്ങനെ വീഴുകയാണെങ്കിൽ മുകളിലുള്ള ശിശുമന്ദിരം അടക്കം താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കി ആ കുട്ടികളെ അവിടെ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ നാട് നേരിടേണ്ടി വരിക വലിയൊരു ദുരന്തമാകുമെന്നൊരു മുന്നറിയിപ്പാണ് നാട്ടുകാർ നൽകുന്നത്. നിലവിൽ ഇതുവരെ ആ കുരുന്നുകളെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനമോ ഇതുവരെ ഒരുക്കിയിട്ടില്ല. അതിനുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്.
മറ്റൊന്ന് ഈ താഴ്ഭാഗത്തെ വീടുകളുടെ ഒരു വീട്ടുകാരുടെ ഒരു ആശങ്കാവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംരക്ഷണ ഭിത്തി തകർന്ന് വീണാൽ ആ വീടുകളായിരിക്കും തകരുക. ഈ മഴക്കാലത്ത് രാത്രികാലങ്ങളിലൊക്കെയാണ് തകരുന്നെങ്കിൽ അവിടെ ജീവന് പോലും വിലയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന ഒരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ എന്ന് വിലപിക്കുന്നതിലും നല്ലത് ഒരു ശക്തമായ നടപടി ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു കാര്യം തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും അടിയന്തര നടപടി ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണു. മിഥുനൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ആ ഒരു ആശങ്കപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യം എത്രത്തോളമാണെന്ന്. ആ ഒരു അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഒരു ഭിത്തി തന്നെ തകർന്ന ഒരു സാഹചര്യം, ഒപ്പം താഴെയുള്ള വീടുകളുടെ ഒരു അവസ്ഥ. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു സാഹചര്യത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇടപെടേണ്ട കാര്യം തന്നെയാണ് ഉള്ളത്. ഒപ്പം ഈ ഒരു കാലതാമസം അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. മുൻപും ഈ ഒരു പരാതികൾ ഉന്നയിച്ചിട്ടും അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചിട്ടും ഇടപെടാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ശക്തമായൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ നാട്ടുകാർക്ക് കടക്കേണ്ടി വരില്ല ഇപ്പോൾ? തീർച്ചയായും വിഷ്ണു, കാരണം ഇത് പലതവണ ഈ കോർപ്പറേഷൻ അധികൃതർ ഉൾപ്പെടെ ആ ഒരു ഭാഗത്ത് പോയി പരിശോധന നടത്തുകയും അവർ തന്നെ പറയുകയും ചെയ്തതാണ് ഇത് കുറച്ച് ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത്. താഴെയുള്ള വീട്ടുടമസ്ഥനോട് ഈ കോർപ്പറേഷൻ്റെ ആളുകൾ വന്ന് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ്. അതായത് നിലവിലുള്ള സംഭവത്തിന് ഒരു പരിഹാരം കാണാനല്ല, ആ താഴെയുള്ള വീട്ടുകാരോട് നിങ്ങൾ മാറി താമസിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇവർ നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ആ സംരക്ഷണ ഭിത്തി ഘട്ടം ഘട്ടമായി മുറിച്ച് കളഞ്ഞത് ഒരു ശക്തമായൊരു സംരക്ഷണ ഭിത്തി, തട്ടുതട്ടുകളായി തിരിച്ചുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെയും ആ സ്ഥലത്തിന് ഒരു ബലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ നിർമ്മാണത്തിൽ തന്നെ ഒരു ശാസ്ത്രീയത ഇല്ല എന്നൊരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടെ നടത്തിയതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്രയും ഉയരത്തിലൊക്കെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് ഒരു കുത്തനെ നിർമ്മിക്കുന്നൊരു പരിപാടി സാധാരണ രീതിയിൽ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അത്തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ശക്തമായ മഴയിൽ വെള്ളം വന്ന് നിറഞ്ഞ് അത് മണ്ണ് കുതിർന്നു തുടങ്ങിയപ്പോൾ തന്നെ ആ സംരക്ഷണ ഭിത്തിയുടെ പിടുത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മെല്ലെ മെല്ലെ പുറത്തേക്ക് തള്ളി തുടങ്ങിയിട്ടുണ്ട്. ആ പുറത്തേക്ക് തള്ളി തുടങ്ങി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ മുകളിലുള്ള ശിശു മന്ദിരത്തിൻ്റെ പകുതി ഭാഗത്തിന് മുകളിൽ പൊട്ടിപ്പോയി അല്ലെങ്കിൽ അടർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 15 കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തി. കാരണം 15 കുട്ടികളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാര മാർഗം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു ദുരന്തം തന്നെയായിരിക്കും. കാരണം കുഞ്ഞു കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അടിയന്തരമായി തന്നെ കുഞ്ഞുങ്ങളെ മാറ്റി ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കി ആ ശിശുമന്ദിരം അറ്റകുറ്റപ്പണി നടത്തിയാൽ കാര്യമുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നിലവിൽ ആ സംരക്ഷണ ഭിത്തി തകർച്ചയുടെ വക്കീലാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു സംവിധാനം അല്ലെങ്കിൽ മറ്റൊരുത്തേക്ക് ഈ ശിശുമന്ദിരത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിഷ്ണു. ശരി, മിഥുൻ പിള്ളയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.